ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ. അപ്പോൾ ഡിഗ്രി പ്രിലിംസിന്റെ അവസാനഘട്ട തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവരും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് സ്റ്റേജിൽ എക്സാം ഇല്ല കേട്ടോ. ഇതൊരു വളരെ ആശ്വാസകരമായ കാര്യമാണ്. പിന്നെ സെക്കൻഡ് സ്റ്റേജ് ആയിരിക്കുമോ ഇനി തേർഡ് സ്റ്റേജ് ആയിരിക്കുമോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. അതിപ്പോ മെയ് 2-ന് നമുക്ക് സെക്കൻഡ് സ്റ്റേജിന്റെ ഹോൾ ടിക്കറ്റ് വരുമെന്ന് പറയുന്നുണ്ട്. മെയ് 2-ന് തന്നെ വരുമോ എന്ന് അറിയില്ല കേട്ടോ. പിന്നെ തേർഡ് സ്റ്റേജിന് ആണെങ്കിൽ ജൂണിലാണ്. അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ്, അത്രയും ടൈം ഉണ്ട്. അത് കുറച്ച് അത്യാവശ്യം നല്ലൊരു കാര്യമാണ് കേട്ടോ. പ്രിപ്പറേഷൻ ഇപ്പോൾ ഒരിടത്ത് എത്താതെ വിഷമിച്ച് നിൽക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് ജൂണിൽ എക്സാം കിട്ടുന്നത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിഗ്രി പ്രിലിംസ് ഇപ്പോൾ മെയിൻ ആയിട്ട് എഴുതാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2 വർഷമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 2024-ലും 2025-ലുമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതിന് മുന്നേ ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് 2023-ൽ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഡിഗ്രി പ്രിലിംസ് ആണ് എക്സാം എന്ന് പോലും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ PSC പ്രിപ്പറേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാം എഴുതാൻ പോയെങ്കിലും അത് എന്ത് എക്സാം ആണെന്നും കൂടി എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെയാണ് ഞാനത് മനസ്സിലാക്കിയത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനായിട്ടുള്ളൊരു പ്രിലിംസ് ആയിരുന്നു അതെന്നുള്ളത്. അപ്പൊ അന്ന് ഒന്നും പഠിക്കാതെ അങ്ങനെ എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയത് 13 മാർക്കായിരുന്നു കേട്ടോ. അതിനുശേഷം 2024-ല് ഞാൻ പ്രിപ്പറേഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലായിരുന്നു ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം വന്നത്. അപ്പോൾ ആ ടൈമിൽ എഴുതിയതിന് ഒരു 29 മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രിലിംസ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു 40 സംതിങ് ആണ് മാർക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് എന്തായാലും കിട്ടിയില്ല. അതിനുശേഷം 2025-ലെ പ്രിലിംസ് വന്നപ്പോൾ 57 മാർക്കോളം സ്കോർ ചെയ്യാൻ കഴിഞ്ഞു കേട്ടോ. അപ്പൊ എന്തായാലും പ്രിലിംസ് കയറാൻ പറ്റി. പക്ഷെ മെയിൻസ് എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇപ്പൊ 2026-ലെ പ്രിലിംസും മെയിൻസും ക്ലിയർ ചെയ്യാൻ കഴിയണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നമ്മൾ ഈ കുറഞ്ഞ ടൈമിലാണെങ്കിലും നമ്മൾ എങ്ങനെ പ്രിപ്പറേഷൻ കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതായത് നമുക്കിപ്പോൾ പഠിക്കാൻ അധികം ടൈം കിട്ടുന്നില്ല, ടൈം വളരെ കുറവാണെങ്കിലും നമ്മൾ ഏറ്റവും സ്മാർട്ടായ രീതിയിലാണ് പഠിച്ചു പോവേണ്ടത് കേട്ടോ. അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കാം. അല്ലാതെ ഇപ്പൊ റാങ്ക് ഫയൽ ഫുള്ള് വലിച്ച് വാരി പഠിച്ചിട്ട് നമുക്ക് നല്ല സ്കോർ ഇടാൻ കഴിയില്ല കേട്ടോ. ഞാൻ റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ റാങ്ക് ഫയലിൽ നിന്ന് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രമേ ഞാൻ പഠിക്കാറുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു ബുക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം തൊട്ട് ലാസ്റ്റ് വരെ ഇരുന്ന് വായിക്കുന്ന ഒരു പ്രകൃതക്കാരിയായിരുന്നു. അതായത് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, വേറെ എന്ത് ബുക്കാണെങ്കിലും ശരി, എനിക്ക് ഫസ്റ്റ് പേജ് തൊട്ട് ലാസ്റ്റ് വരെ വായിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമാണ് വായിച്ചു പഠിക്കാറ്. അതായത് ഇപ്പോൾ ഈ റാങ്ക് ഫയലാണെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന ഏരിയാസ് മാത്രമാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാറുള്ളത്. അല്ലാതെ ഫുള്ള് വായിക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പൊ അത്രയും പഠിച്ചിട്ടും നമുക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് അത്രയും അങ്ങനെ പഠിക്കാനുള്ളൊരു ടൈമും ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്സ്, ഇംഗ്ലീഷ്, അതേപോലെ മലയാളം, ഇത് നല്ല രീതിയിൽ പഠിക്കാൻ നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ എപ്പോഴും ഇംഗ്ലീഷ് ഏറ്റവും ലാസ്റ്റ് ആണ് പഠിക്കാറ്. കാരണം എനിക്ക് ഇംഗ്ലീഷ് എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ മറന്നു പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഞാൻ ഏറ്റവും ലാസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടാണ് കേട്ടോ കൂടുതലും പഠിക്കാറ്. അപ്പൊ നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട് നമുക്ക് ഹിസ്റ്ററിക്കാണ് കൂടുതൽ മാർക്ക് വരുന്നത്. പിന്നെ മാത്സ് ആൻഡ് മലയാളം, ഇംഗ്ലീഷ്, ഈ സബ്ജക്റ്റുകൾക്കൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ പഠിക്കാം. അപ്പൊ ഞാൻ ഒട്ടും പഠിക്കാതെ പോകുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ, കൾച്ചർ, ആ സ്പോർട്സ്, അതും അതേപോലെ തന്നെ കറന്റ് അഫയേഴ്സ്, പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഈ സംഭവം ഞാൻ പഠിക്കാതെയാണ് ഇതുവരെ പോകാറുള്ളത്. ഈ ടൈം എനിക്ക് അത് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കമ്പ്യൂട്ടർ ഞാൻ ബിടെക് ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിയാറുണ്ട്. പിന്നെ കറന്റ് അഫയേഴ്സ് ആണെങ്കിലും ഞാൻ ന്യൂസൊക്കെ ഡെയിലി കാണുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് കറന്റ് അഫയേഴ്സും അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ, അതിനാണെങ്കിൽ എനിക്ക് ഫിലിമിനെ പറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാറുണ്ട്, ബാക്കിയൊന്നും കിട്ടാറില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ സിലബസ് അനുസരിച്ചിട്ട് നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. അപ്പോൾ ടൈം കുറച്ചുള്ളൂ എന്ന് കരുതി ആരും വിഷമിച്ചിരിക്കേണ്ട. നമ്മൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്ന് പറയുന്ന ഈ 3 സംഭവം വളരെ വൃത്തിയായി പഠിച്ചു നോക്കാം കേട്ടോ. ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക,